രാവിലെ ഞായറാഴ്ചയൊന്നും നോക്കാതെ ഫാമിലേക്ക് നമ്മൾ ഫാമിലെ പിള്ളേരെല്ലാം മുട്ടൻ കലിപ്പ്. പിന്നെ അവിടെ നിൽക്കുന്ന ആരോഗ്യത്തിന് അത്ര ഭംഗിയില്ലാന്ന് തോന്നിയുകൊണ്ട് കുറച്ച് പൂച്ചക്കുട്ടന്മാരെയും കുറച്ച് പട്ടിക്കുട്ടന്മാരുടെയും വീഡിയോ എടുത്തിട്ട് എം.എൽ.എ വീട്ടിലേക്ക് പോന്നു. എന്തായാലും സാമാന്യം ഭേദപ്പെട്ടൊരു വേനൽ മഴ കിട്ടിയൊരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കോക്കോയെ മെല്ലെ വളയ്ക്കാൻ വേണ്ടി ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കയറി. എന്തായാലും വലിയ ജാടയൊക്കെ ഇട്ടിരുന്ന അവിടെ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ ഊട്ടി അടുത്ത് വന്നിട്ട് കുറേ നേരം മേത്ത് കയറിയിരുന്നു. പിന്നെ ജാടയ്ക്ക് കുറവുണ്ടോ ജാടയ്ക്ക് ഒരു കുറവുമില്ല. നമ്മൾ പിന്നെ അത് മൈൻഡും ചെയ്യാറില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തനിക്കെന്താണ് എൻ്റെ വീട്ടുകാരെന്ന് ചോദിച്ചിട്ട് നമ്മുടെ കുഞ്ഞ് കോക്കറ്റയിലും കുറേ നേരം വന്നിരുന്നു. അവൾക്കത് പിടിക്കുന്നൊന്നുമില്ല, എന്നാലും അവർ തമ്മിൽ പൊതുവേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടെങ്കിൽ സമരസപ്പെട്ട് പോവാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അങ്ങനെ മഴയൊക്കെ മാറി ആകാശമൊക്കെ തെളിഞ്ഞ് നല്ലൊരു വൈബ് അടിച്ചപ്പോൾ അവൾക്ക് മെല്ലെ കുറേ നേരം ഡാൻസൊക്കെ കളിച്ച് കുറേ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേറെ കൂടുകളിലൊക്കെ പോകാനുള്ളതുകൊണ്ട് ഞാൻ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് ശ്രുതി റൈസ് ചെയ്തെടുത്ത് കുറേ സൺകൊന്നൂരിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അവളുടെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് അവളിങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരം മെല്ലെ ആ കൂട്ടിലൊക്കെ കയറി അവരെ കുശുമ്പ് പിടിച്ച് ചെയ്യുന്ന പൗത്രനെയും യാമനെയും കൂടെ തിരിച്ച് കയറി വന്നു. അപ്പം എല്ലാവരെയൊക്കെ എടുത്ത് അവരെപ്പോഴും ഞാൻ തീറ്റ കൊടുക്കാനൊക്കെ മുകളിൽ കയറുമ്പോൾ വന്നിട്ട് കിളിക്കൂടിൻ്റെ അകത്തൂടെ കയറി നടക്കും. ഒരു കിളികൾ ഉപദ്രവിക്കില്ല, അത്രയും പെറ്റാണ്. അപ്പം മെല്ലെ അവരെ ഒന്ന് ആ കിളികളെയൊക്കെ ഒന്ന് കാണിച്ച്, അതുപോലെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇപ്പം മെല്ലെ അവരെയൊക്കെ കാണിച്ച് അവന്മാരെ മെല്ലെ പുറത്ത് വിട്ട് ഈ സൺകൊന്നൂറുകളും എല്ലാം ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന ഞാൻ കുറച്ച് സൺഫ്ലവർ സൈഡൊക്കെ കൊണ്ടിട്ട് കൊടുത്തു. അപ്പോൾ അതെല്ലാം കഴിക്കുന്നതൊക്കെ നോക്കിയിട്ട് ഞാൻ നേരെ മെല്ലെ നമ്മുടെ ഒരു മക്കാവുക്കുട്ടനുണ്ട് അടുത്ത്, അങ്ങനെ കുറച്ച് നേരം അവനെയൊക്കെ നോക്കി ഇന്ന് മെല്ലെ താഴേക്ക് ഇറങ്ങി. എന്തായാലും അങ്ങനെ ഒരു ഞായറാഴ്ച ഏതിലേ പോയെന്ന് പോലും അറിയാതെ അന്തം വിട്ട് നാളത്തേക്ക് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനൊക്കെ ആലോചിച്ചിങ്ങനെ ആകാശം നോക്കിയിരിക്കാൻ തുടങ്ങി. എന്തായാലും